നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള അഗ്രികൾച്ചറൽസ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മെയ് 16-17 തീയതികളിൽ പടന്നക്കാട് കാർഷിക കോളേജിൽ വെച്ച് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതി പുസ്തകോത്സവം മെയ് 16 മുതൽ. ദുർഗ ഹൈസ്കൂളിൽ 16 രാവിലെ 10:30 ഇ ചന്ദ്രശേഖരൻ MLA പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും. വേനൽ കടുത്തതോടെ ശുദ്ധജലത്തിനായി നെട്ടോട്ടം. കാസർഗോഡ് തളങ്കരയിലാണ് കുടിവെള്ളമില്ലാത്ത നിരവധി കുടുംബങ്ങൾ പ്രതിസന്ധിയിലായത്. സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വാസ്തുശില്പ ഭംഗിയോടെയുള്ള പൗരാണിക നിർമ്മിതികളും കാവും കുളങ്ങളും പച്ചപ്പും നിറഞ്ഞ വിശാലമായ ക്ഷേത്ര പരിസരവും മനോഹാരിത പകരുന്ന തൃക്കരിപ്പൂർ ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ കൊടും ചൂടിലും കണ്ണിന് കുളിർമ പകരുന്ന ചെന്താമരക്കുളം ഏറെ ആകർഷകരമാണ്. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ SMA ജില്ലാ തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന മാനേജ്മെന്റ് കോൺഫെഡറേഷന്റെ ഭാഗമായുള്ള ജില്ലാ സമ്മേളനം കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. പുതിയ കണ്ടം അടിയാർകാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഭാഗമായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. വ്യത്യസ്തമായ ചിത്രങ്ങൾ കാണികളിൽ കൗതുകം ഉണർത്തി. വാർത്തകൾ വിശദമായി. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാജരേഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്റർനെറ്റ് സ്ഥാപനത്തിലും വീട്ടിലും നടത്തിയ പരിശോധനയിലാണ് 3 പേരെ ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്നും നിരവധി വ്യാജരേഖകൾ പോലീസ് കണ്ടെടുത്തു. പ്രിന്റിംഗ് മെഷീൻ ഉൾപ്പെടെ സാധനങ്ങൾ കസ്റ്റഡിയിലെടുത്തവയിൽ ഉൾപ്പെടും. കാഞ്ഞങ്ങാട് സൗത്ത് പനങ്കാവിലെ P രവീന്ദ്രൻ, കൊവ്വൽപ്പള്ളിയിലെ K സന്തോഷ് കുമാർ, ഹോസ്ദുർഗ് കടപ്പുറത്തെ ഷിഹാബ് എന്നിവരാണ് അറസ്റ്റിലായത്. കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങത്തിന്റെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് SIT അഖിലും സംഘവുമാണ് റെയ്ഡ് നടത്തിയത്. SI ഷാരംഗ്ധറിന്റെ നേതൃത്വത്തിൽ വീട് റെയ്ഡ് നടത്തി. പുതിയകോട്ട ടൗണിലെ നെറ്റ്4യു സൈബർ കഫേയിൽ പരിശോധന നടത്തി. ഇവിടെ നിന്നും നിരവധി വ്യാജരേഖകൾ കണ്ടെത്തി. സർവകലാശാലയുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ, ID കാർഡുകൾ, സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ഒട്ടേറെ വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് കണ്ടെടുത്തത്. ഷിഹാബിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി നിരവധി വ്യാജ സർട്ടിഫിക്കറ്റുകളും വ്യാജരേഖകൾ നിർമ്മിക്കുന്ന പ്രിന്റിംഗ് ഉപകരണങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തി. സന്തോഷിന്റേതാണ് ഇന്റർനെറ്റ് കഫേ സ്ഥാപനം. രവീന്ദ്രൻ വിതരണക്കാരനാണ്. ഷിഹാബാണ് ഇവ നിർമ്മിക്കുന്ന പ്രധാനിയെന്ന് പോലീസ് പറഞ്ഞു. കേരളത്തിനകത്തും പുറത്തും ഇവർ വ്യാജരേഖകൾ ഉണ്ടാക്കി വിതരണം ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സന്തോഷ് കുമാറിന്റെ സ്ഥാപനത്തിൽ രവീന്ദ്രൻ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ഷിഹാബിന്റെ മൊബൈൽ ഫോണിലേക്ക് അയച്ചു കൊടുക്കും. ഷിഹാബാണ് പ്രിന്റ് എടുക്കുന്നത്. ലാപ്ടോപ്പ്, ഹാർഡ് ഡിസ്ക്, മൊബൈൽ ഫോണും സർട്ടിഫിക്കറ്റുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മെയ് 16-17 തീയതികളിൽ പടന്നക്കാട് കാർഷിക കോളേജിൽ വെച്ച് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 51ാമത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം പടന്നക്കാട് കാർഷിക കോളേജിൽ മെയ് 16-17 തീയതികളിൽ നടക്കും. 16-ന് കൗൺസിൽ യോഗവും തുടർന്ന് UGC ഡ്രാഫ്റ്റ് റെഗുലേഷൻ 2005 പ്രതിരോധവും എന്ന വിഷയത്തിൽ സെമിനാറും നടക്കും. CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജ്മോഹൻ അധ്യക്ഷത വഹിക്കുന്ന സെമിനാർ CPIM ജില്ലാ സെക്രട്ടറിയും സമ്മേളന രക്ഷാധികാരിയുമായ M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്യും. കോൺഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻസ് ജോയിന്റ് സെക്രട്ടറി CV ഡെന്നി അഭിവാദ്യം ചെയ്യും. തുടർന്ന് ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും. മെയ് 17 നടക്കുന്ന സമ്മേളനത്തിൽ കാർഷിക സർവകലാശാലയുടെ മഞ്ചേശ്വരം മുതൽ ബാലരാമപുരം വരെയുള്ള വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ജീവനക്കാരുടെ 250 പ്രതിനിധികൾ പങ്കെടുക്കും. അസോസിയേഷൻ പ്രസിഡന്റ് NR സാജൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ VV രമേശൻ സ്വാഗതം പറയുന്ന സമ്മേളനത്തിൽ അധ്യാപക, തൊഴിലാളി, പെൻഷൻ സംഘടനകളുടെ നേതാക്കൾ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും. പടന്നക്കാട് കാർഷിക കോളേജിൽ അങ്കണത്തിൽ വെച്ചാണ് ഈ പ്രാവശ്യത്തെ
അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം ചേരുന്നത്. പടന്നക്കാട് കാർഷിക കോളേജിൽ ആദ്യമായിട്ടായിരിക്കും സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകും. ആ സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം. 2 ദിവസങ്ങളിലായിട്ടാണ് സമ്മേളനം നടക്കുന്നത്. ആദ്യ ദിവസം കാർഷിക മേഖലയിലെ വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള സെമിനാറാണ്. 2ാം ദിവസം പ്രതിനിധി സമ്മേളനമാണ്. 1998 പടന്നക്കാട് കാർഷിക കോളേജ് രൂപീകൃതമായതിനു ശേഷം ആദ്യമായാണ് സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിന് ആതിഥ്യമരുളുന്നത്. വാർത്താ സമ്മേളനത്തിൽ വി രമേശൻ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ സതീഷ് കുമാർ എം, അജിത് ജെ, രാജേഷ് CV, ജിഷ്ണുരാജ് MV എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതി പുസ്തകോത്സവം മെയ് 16 മുതൽ. ദുർഗ ഹൈസ്കൂളിൽ 16 രാവിലെ 10:30 ഇ ചന്ദ്രശേഖരൻ MLA പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ ഈ വർഷത്തെ പുസ്തകോത്സവം മെയ് 16, 17, 18 തീയതികളിൽ ദുർഗ ഹൈസ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 50-ലധികം പ്രസാധകരുടെ 100 പുസ്തക സ്റ്റാളുകൾ പുസ്തകമേളയിൽ ഉണ്ടാകും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രസാധകരുടെ മികച്ചതും ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയതുമായ പുസ്തകങ്ങൾ ഗ്രന്ഥശാലകൾക്കും പൊതുജനങ്ങൾക്കും വിലക്കിഴിവോടെ പുസ്തകോത്സവത്തിൽ ലഭ്യമാകും. 14.5 കോടി രൂപയാണ് കേരളത്തിലെ ഗ്രന്ഥശാലകൾക്ക് ലൈബ്രറി കൗൺസിൽ പുസ്തകം വാങ്ങുവാൻ ഗ്രാന്റായി നൽകുന്നത്. പുസ്തകോത്സവം കഴിഞ്ഞ 3-4 വർഷങ്ങളിലായി കാഞ്ഞങ്ങാട് അലാമിപ്പടിയിലുള്ള ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നടത്തി വന്നിരുന്നത്. ഇത്തവണ അത് ദുർഗ ഹൈസ്കൂളിലേക്ക് മാറുകയാണ്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ 14 കോടി രൂപയാണ് ഗ്രന്ഥാലയങ്ങൾക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാൻഡായി അനുവദിക്കുന്നു. നമ്മുടെ ജില്ലയിലെ 478 ഗ്രന്ഥാലയങ്ങൾക്ക് 85 ലക്ഷം രൂപയാണ് ഗ്രാൻഡ് ഇനത്തിൽ പുസ്തകങ്ങൾ വാങ്ങിക്കാനുള്ള സഹായം എന്നുള്ള നിലയിൽ ലഭ്യമാണ്. കാസർഗോഡ് ജില്ലയിലെ 478 ഗ്രന്ഥശാലകൾക്ക് 85 ലക്ഷം രൂപയാണ് പുസ്തക ഗ്രാന്റ്. അത്യുത്തര കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് നിസ്തുലമായ പങ്കുവഹിച്ച വിവാൻ KK നായരുടെ ജന്മശതാബ്ദി വർഷത്തിൽ അദ്ദേഹത്തിന്റെ നാമധേയമാണ് പുസ്തകോത്സവ നഗരിക്ക് നൽകിയിരിക്കുന്നത്. ഈയിടെ വിട്ടുപിരിഞ്ഞ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന G. അംബുജാക്ഷന്റെ പേരിലുള്ള നഗറിലാണ് സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുക. മെയ് 16 രാവിലെ 10:30 ഇ ചന്ദ്രശേഖരൻ MLA പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത അധ്യക്ഷയായിരിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BB ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. പുസ്തകം എത്ര കാലം എന്ന വിഷയത്തിൽ EP രാജഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തും. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ വിധാൻ KK നായർ ജന്മദശാബ്ദി അനുസ്മരണം നടത്തും. വിവിധ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഗ്രന്ഥാലോകം മുഖ്യ പത്രാധിപർ PVK പനയാൽ പ്രകാശനം ചെയ്യും. വൈകിട്ട് 4 മണിക്ക് ഭാഷ സംസ്കാര വൈവിധ്യം പ്രതിരോധവും അതിജീവനവും എന്ന വിഷയത്തിൽ പാനൽ ചർച്ച നടക്കും. 18 രാവിലെ 11 സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സംസ്ഥാന നാടകോത്സവത്തിൽ സമ്മാനം നേടിയ കാസർഗോഡ് ജില്ലാ നാടക സംഘാംഗങ്ങൾ സംസ്ഥാന വായന മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തച്ചങ്ങാട് ഹൈസ്കൂളിലെ K. പൃഥ്വിരാജോ, N. വൈഷ്ണവി എന്നിവരെ അനുമോദിക്കും. നാടക സംവിധായകൻ V. ശശി ഉപഹാര സമർപ്പണം നടത്തും. P. മുരളീധരൻ അനുമോദന ഭാഷണം നടത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം നാടകകൃത്ത് രാജ്മോഹൻ നീലീശ്വരം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ KV കുഞ്ഞിരാമൻ കൺവീനർ ഡോക്ടർ P. പ്രഭാകരൻ, PVK പനയാൾ, P. വേണുഗോപാലൻ, പപ്പൻ കുട്ടമത്ത്, T. രാജൻ, K. പ്രേസനൻ, സുനിൽ പട്ടേന എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വേനൽ കടുത്തതോടെ ശുദ്ധജലത്തിനായി നെട്ടോട്ടം. കാസർഗോഡ് തളങ്കരയിലാണ് കുടിവെള്ളമില്ലാത്ത നിരവധി കുടുംബങ്ങൾ പ്രതിസന്ധിയിലായത്. സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കൊപ്പലിലെ 15-ലധികം കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ പ്രതിസന്ധി നേരിടുന്നത്. കഠിനമായ ചൂടിൽ കുട്ടികളടക്കം ദുരിതമനുഭവിക്കുകയാണ്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം.
കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ചെങ്കിലും പദ്ധതി നടത്തിപ്പ് പൂർണ്ണ പരാജയമായിരുന്നു. പിന്നോക്ക ജനവിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശം കൂടിയാണിത്. വെള്ളം പോകുന്നു, അപ്പോൾ കംപ്ലീറ്റ് ഒരു ഇതാകുമ്പോൾ പൈപ്പ് പൊട്ടിട്ട് പോകുന്നു. പിന്നെ അത് തിരിഞ്ഞു നോക്കുന്നില്ല. ഉപ്പ് പോയാൽ കിണറ്റിൽ വെള്ളം ഏത് കുടിക്കാൻ പറ്റുന്നില്ല. ഇതിൽ உப்பு ரஷம் வசதியே இல்லை. தண்ணி வசதிக்கு ஏற்பாடு பண்ணித்தாங்க. நாங்கள் 18 வருஷமாக இங்கே தான் இருக்கோமே. சுத்தமாக தண்ணி இல்லை, பழுப்புலேயும் தண்ணி இல்லை, கிணத்துலேயும் தண்ணி இல்லை. இப்போ வெயில் டைம் வரையே ரொம்ப கஷ்டமாக இருக்குது தண்ணி எடுக்க. வேலைக்கு போயிட்டு வந்தால் கூட தூரமாக போயிட்டு தண்ணி எடுக்கிறதா இருக்குது. தண்ணி கொஞ்சம் ஏற்பாடு பண்ணித்தாங்க. പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്നതും ശുദ്ധജല സ്രോതസ് ഇല്ലാത്തതും പ്രദേശത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കിലോമീറ്റർ അകലെ നിന്നാണ് ഇപ്പോൾ കുടിവെള്ളം ശേഖരിക്കുന്നത്. കുടിവെള്ളം കിട്ടാതായതോടെ പലരും താമസം താൽക്കാലികമായി മാറ്റിയിരിക്കുകയാണ്. മറ്റിടങ്ങളിൽ അഭയം തേടാൻ സാധിക്കാത്തവർ മാത്രമാണ് ഇവിടെ ഇപ്പോൾ താമസിച്ചു വരുന്നത്. അധികാരികളുടെ കടുത്ത അവഗണനയ്ക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വാസ്തുശില്പ ഭംഗിയോടെയുള്ള പൗരാണിക നിർമ്മിതികളും കാവും കുളങ്ങളും പച്ചപ്പും നിറഞ്ഞ വിശാലമായ ക്ഷേത്ര പരിസരവും മനോഹാരിത പകരുന്ന തൃക്കരിപ്പൂർ ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിലെത്തിയാൽ കൊടും ചൂടിലും കണ്ണിന് കുളിർമ പകരുന്ന ചെന്താമരക്കുളം ഏറെ ആകർഷകമാണ്. ചെന്താമരകൾ സംരക്ഷിക്കാൻ മാത്രമായി ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിക്കുന്ന കുളമെന്ന അത്യപൂർവതയും ഉദിനൂർ ക്ഷേത്രത്തിനുണ്ട്. കത്തുന്ന ചൂടിലും കണ്ണിന് കുളിരേക്കുന്ന താമര വസന്തം കാണാൻ ഒട്ടനവധി പേരാണ് എത്തിച്ചേരുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന കുളം നശിച്ചതോടെ സംസ്ഥാന സർക്കാരിന്റെ തീർത്ഥാടക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാസ്തുശില്പ ഭംഗിയോടെയുള്ള കുളം നവീകരിച്ചത്. വേനൽ കടുത്തതോടെ താമരകൾ നശിക്കാതിരിക്കാൻ ക്ഷേത്ര ജീവനക്കാർ കുളത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്താണ് സംരക്ഷിക്കുന്നത്. വയലിന്റെ മധ്യത്തിലൂടെയുള്ള ക്ഷേത്രപാലക ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന വഴി കടന്ന മുകളിലേക്കുള്ള പടികൾ കയറുമ്പോൾ വടക്കുഭാഗത്തായാണ് കണ്ണിന് കുളിർമ പകരുന്ന ചെന്താമരക്കുളമുള്ളത്. മനോഹരമായ ക്ഷേത്രക്കുളങ്ങളും കാവുകളും എണ്ണിയാൽ ഒടുങ്ങാത്ത വൈവിധ്യങ്ങളുമായി ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്ര പരിസരം ഏറെ വർഷങ്ങളായി ഫോട്ടോ വീഡിയോ ഷൂട്ടിനുള്ള ഇഷ്ടകേന്ദ്രമായി മാറിയിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് പുറമെ ദക്ഷിണ കർണാടകയിൽ നിന്നും നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തുന്നത്. വിവാഹ സീസണിൽ ദിവസേന 4-5 കല്യാണ സംഘങ്ങളാണ് ഫോട്ടോ വീഡിയോ ഷൂട്ടിനായി എത്തിച്ചേരുന്നത്. വിവാഹം കൂടാതെ പിറന്നാൾ റീലുകൾ, ഹ്രസ്വചിത്രങ്ങൾ എന്നിവയുടെ ലൊക്കേഷനായും ക്ഷേത്ര പരിസരം മാറിയിരിക്കുന്നു. ഫോട്ടോ വീഡിയോ ചിത്രീകരണത്തിന് തിരക്കേറിയതോടെ ക്ഷേത്രത്തിലെ പ്രധാന വരുമാന മാർഗമായും ഇത് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തിൽ 40,000 രൂപയാണോ ഈ ഇനത്തിൽ മാത്രം ക്ഷേത്രത്തിൽ ലഭിച്ചത്. പടിഞ്ഞാറേ നടയിലെ പുരാണ നിർമ്മിതികളോടെയുള്ള പടിപ്പുരകളും സംരക്ഷിത സ്മാരകമായ കൊട്ടാരവും പരിസരവും ഫോട്ടോഷൂട്ടിന് തിരഞ്ഞെടുക്കുന്നവരേറെയാണ്. വിശാലമായ ക്ഷേത്ര വളപ്പ് പ്രയോജനപ്പെടുത്തി വിവിധോദ്ദേശ പദ്ധതികൾ ആലോചിച്ചാൽ തീർത്ഥാടക ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളാണ് മുന്നിലുള്ളത്. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഒരിടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്.
വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ SMA ജില്ലാ തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന മാനേജ്മെന്റ് കോൺഫറൻസിന്റെ ഭാഗമായുള്ള ജില്ലാ സമ്മേളനം കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. SMA സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് ഷറാഫുദ്ദീൻ ജുമുല്ലയിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമസ്ത സെന്റിനറിയുടെ ഭാഗമായി മദ്രസ പ്രസ്ഥാനവും മൂല്യബോധനവും എന്ന ശീർഷകത്തിൽ സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ SMA ജില്ലാ തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന മാനേജ്മെന്റ് കോൺഫറൻസിന്റെ ഭാഗമായി കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ ജില്ലാ സമ്മേളനം നടന്നു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നടത്തി. SMA സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് ഷറഫുദ്ദീൻ ജമലുല്ലൈലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഐക്യത്തോടുകൂടെ യോജിപ്പോടുകൂടെ വളരെ പോസിറ്റീവായ ചിന്തയോടുകൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉയരാൻ കഴിയും. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ 100ാം വാർഷികം വരികയാണ്. ആ 100ാം വാർഷികത്തിന് ഓരോരുത്തർക്കും അവരുടേതായ പങ്ക് വഹിക്കേണ്ടതുണ്ട്. നാട് നന്നാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി അത് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന ബോധമാണ്. നമ്മളെ ഒരു കൊല്ലം നമ്മൾ ഇതിലിട്ടിട്ട് നമ്മളെ കൊണ്ട് എന്ത് കഴിഞ്ഞു? ഒരാളെങ്കിലും നമ്മുടെ അനുഭാവിയാക്കി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ഈ മാനേജ്മെന്റിൽ എന്ത് നേട്ടം, കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഇക്കൊല്ലത്തെ നേട്ടം എന്ത് എന്ന് നമുക്കിങ്ങനെ കാണാൻ കഴിയും. നമ്മൾ ഏറ്റെടുത്ത കാര്യത്തിൽ ഓരോ മാസത്തിലെ അല്ലെങ്കിൽ ഒരു വർഷത്തിലെങ്കിലും എന്ത് നേട്ടം നമുക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചിന്ത ഉണ്ടാവണം. ജില്ലാ പ്രസിഡന്റ് YM അബ്ദുറഹ്മാൻ അസ്ഹനി അധ്യക്ഷത വഹിച്ചു. ഫിനാൻസ് സെക്രട്ടറി ഇത്തിഹാദ് മുഹമ്മദ് ഹാജി പതാക ഉയർത്തി. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് BS അബ്ദുള്ള കുഞ്ഞി ഫൈസി ആമുഖ പ്രഭാഷണവും ജില്ലാ ജനറൽ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി സന്ദേശ പ്രഭാഷണവും നടത്തി. സംസ്ഥാന സെക്രട്ടറി അലി അബ്ദുള്ള, SMA സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ അബ്ദുൽ അസീസ് ഫൈസി, സംസ്ഥാന സെക്രട്ടറി സുലൈമാൻ കരിവെള്ളൂർ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. സയ്യിദ് ജലാലുദ്ദീൻ സഹദി അൽഹാദി, SYS ജില്ലാ പ്രസിഡന്റ് സയ്യിദ് സൈനുൽ ആബിദീൻ മുത്തുക്കോയ തങ്ങൾ കണ്ണവം, കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സഹദി, അഹമ്മദുൽ കബീർ ജമലുല്ലൈലി, അബ്ദുൽ ഖാദർ സഖാഫി കാട്ടിപ്പാറ, ബഷീർ മങ്കയം, അബ്ദുൽ ഖാദർ സഖാഫി മൊഗ്രാൽ, സിദ്ദീഖ് സഖാഫി ബായാർ, ജമാൽ സഖാഫി ആദൂർ, ഇല്യാസ് കൊറ്റുമ്പ, റയീസ് മുയിനി, ബാദുഷ ഹാദി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ 300 മദ്രസകളിൽ നിന്നായി 1500 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുതിയ കണ്ടം അടിയാർകാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഭാഗമായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. വ്യത്യസ്തമായ ചിത്രങ്ങൾ കാണികളിൽ കൗതുകം ഉണർത്തി. പുതിയ കണ്ടം അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാന പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായാണ് ചിത്രരചനാ മത്സരവും പുരാണ പ്രശ്നോത്തരിയും സംഘടിപ്പിച്ചത്. നിരവധി കുട്ടികളാണ് ചിത്രരചനയിലും പ്രശ്നോത്തരിയിലും മാറ്റുരച്ചത്. ചിത്രരചന കാണികളിൽ കൗതുകമുണർത്തി. വ്യത്യസ്തങ്ങളായ ചിത്രങ്ങൾക്ക് ചാരുത പകരുന്ന നിറങ്ങൾ കൂടിയായപ്പോൾ ചിത്രരചന വേറിട്ട അനുഭവമായി മാറി. പുരാണ പ്രശ്നോത്തരിയിൽ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള വിഭാഗത്തിൽ 1ാം സ്ഥാനം സൂര്യനാരായണൻ കരസ്ഥമാക്കി. 2ാം സ്ഥാനത്തിന് കാശിനാഥ് മോഹൻ അർഹനായി. 3ാം സ്ഥാനം അഷിൻ ദേവ് കരസ്ഥമാക്കി. 5ാം തരം മുതൽ 8ാം തരം വരെയുള്ള വിദ്യാർത്ഥികളിൽ 1ാം സ്ഥാനം സൂര്യഗോവിന്ദും 2ാം സ്ഥാനം ആരാധ്യയും 3ാം സ്ഥാനം ശിവപ്രിയയും സ്വന്തമാക്കി. +2 മുതലുള്ള വിഭാഗത്തിൽ 1ാം സ്ഥാനം മോഹനൻ PKയും 2ാം സ്ഥാനം പ്രീതയും 3ാം സ്ഥാനം കൃപാഭരതനും സ്വന്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പന്തുരുളുന്നിടത്തേക്ക് ഓടിയെത്താറുള്ളവരെന്ന് ഖ്യാതിയുള്ള തൃക്കരിപ്പൂരിൽ ഡ്രീംസ് വനിതാ ഫുട്ബോൾ അക്കാദമി സംഘടിപ്പിച്ച ഉത്തര കേരള വനിതാ ഫുട്ബോൾ ടൂർണമെന്റ് കാൽപന്ത് കളിക്കമ്പക്കാർക്ക് ആവേശകരമായി. 4 ദിവസങ്ങളിലായി തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ നടന്നുവന്ന ടൂർണമെന്റ് സമാപിച്ചു.
സീനിയർ വിഭാഗത്തിൽ നടന്ന ടൂർണമെന്റിന്റെ ഫൈനലിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് മംഗളൂർ യുണൈറ്റഡ് മംഗളൂരുവിനെ പരാജയപ്പെടുത്തി കോഴിക്കോട് ഡൈനാമിക് FC ജേതാക്കളായി. 13 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിലെ കലാശപ്പോരിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് കോഴിക്കോട് ഡൈനാമിക് FC ടീമിനെ തോൽപ്പിച്ച് ആതിഥേയരായ തൃക്കരിപ്പൂർ ഡ്രീംസ് ഗേൾസ് ഫുട്ബോൾ അക്കാദമി ചാമ്പ്യന്മാരായി. സമാപന ചടങ്ങിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം TV പാലൻ സമ്മാനദാനം നിർവഹിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ നേതൃത്വത്തിൽ കാലിക്കടവിൽ ആരംഭിച്ച തൃക്കരിപ്പൂരെയും കാലിക്കടവ് പരിസരത്തുള്ള പെൺകുട്ടികളെല്ലാം ഫുട്ബോളിലേക്ക് ആകർഷിച്ചുകൊണ്ട് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല ഫുട്ബോൾ താരങ്ങൾ ഉണ്ടായ ജില്ലയാണ് നമ്മുടെ ജില്ല. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അന്യം നിന്ന് പോയി. ഇപ്പോൾ വീണ്ടും പുനർവൃത്തിച്ചു വരികയാണ്. തീർച്ചയായിട്ടും ഇത് തൃക്കരിപ്പൂരിൻ്റെ ഒരു പരിചയം എന്ന് തന്നെ പറയാം. പുരുഷ ടീമുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്തോഷ് ട്രോഫിയിൽ ഉൾപ്പെടെ കളിച്ച പ്രദേശമാണ് നമ്മുടെ പ്രദേശം. ഡ്രീംസ് ചെയർമാൻ ഡോക്ടർ വി രാജീവൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ VM മക്കീഷ, ഡ്രീംസ് അക്കാദമി സെക്രട്ടറി രാജേഷ് മാപ്പിടിച്ചേരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് മുട്ടുന്തല മുസ്ലിം ജമാഅത്തിന് കീഴിലുള്ള മുട്ടുന്തല ഇസ്ഹാഖിയ തഹ്ഫിലുർ ഖുർആൻ കോളേജിന്റെ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം നടന്നു. പാണക്കാട് സയ്യിദ് മുഅല്ലിനി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് മുട്ടുന്തല മുസ്ലിം ജമാഅത്തിന് കീഴിലുള്ള മുട്ടുന്തല ഇസ്ഹാഖിയ തഹ്ഫിലുർ ഖുർആൻ കോളേജിന്റെ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുഅല്ലിനി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. കെട്ടിത്തുന്നതാണ്. താഴത്തെ നില ഒരു സഹോദരൻ കെട്ടിത്തുന്നതാണ്. അതോടൊപ്പം ഇതിന്റെ AC കട്ടില, അതുപോലെ കുട്ടികളുടെ ബെഡ്, അതുമായി പുതിയ ബാച്ചിന്റെ പഠനാരംഭം കുറിച്ച് ഹാഫിസ് അബ്ദുള്ള ഫൈസി പട്ടാമ്പി സംസാരിച്ചു. സൺലൈറ്റ് അബ്ദുർ റഹ്മാൻ ഹാജി, ഹാഫിസ് മസ്ഫൂദ് ഫൈസി, റഷീദ് മുട്ടുന്തല, ബിസ്മില്ല അബ്ദുള്ള ഹാജി, ബദ്രുദ്ദീൻ സൺലൈറ്റ്, മൊയ്തു മമ്മു ഹാജി, അബ്ദുൽ ഖാദർ ഹാജി റഹ്മത്ത്, ഹാഫിസ് സഹദ് ഫൈസി, ഹാഫിസ് ഹബീബ് ഫൈസി, അബ്ദുൾ റഷീദ് അസ്നവി, സയ്യിദ് ജാഫർ ഷിയാബ് തങ്ങൾ മുട്ടുന്തല, അബ്ദുർ റഹ്മാൻ പാറക്കാട്ട്, ഉസ്മാൻ BM, ലത്തീഫ് റഹ്മത്ത്, ഫാറൂഖ് സൂപ്പർ, നൌഫൽ വൈറ്റ്മഗ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പള്ളിക്കര മണ്ഡലം സമ്പൂർണ്ണ സമ്മേളനം നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പള്ളിക്കര മണ്ഡലം സമ്പൂർണ്ണ സമ്മേളനം നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ആ നാളികേരത്തിൽ ഒരു ദ്വാരം പോലും ഇടാതെ അതിനകത്ത് വെള്ളമാല ഒഴിച്ചു വെച്ച് നമ്മൾ ചിന്തിക്കുക. ആചാര്യക്ക് സന്തോഷമായി. അവൻ എത്ര ചിന്തിക്കാനും അതിന് ഉത്തരം കിട്ടത്തില്ല. അപ്പൊ ആചാര്യ പറഞ്ഞു, അമ്മതെ നീ ചിന്തിച്ചോ. കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും ആചാര്യ അവനെ വിളിച്ചു, അമ്മതെ നീ ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. സംഘാടക സമിതി ചെയർമാൻ ഹക്കീം കുന്നിൽ അധ്യക്ഷനായി. DCC വൈസ് പ്രസിഡന്റ് സാജിദ് മൊവൽ, DCC ജനറൽ സെക്രട്ടറി VR വിദ്യാസാഗർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV ഭക്തവത്സലൻ, വൈസ് പ്രസിഡന്റ് സുകുമാരൻ പൂച്ചക്കാട്, സത്യൻ പൂച്ചക്കാട്, രാജേഷ് പള്ളിക്കര, A വാസുദേവൻ, ദിവാകരൻ, മനാഫ് നുള്ളിപ്പാടി, കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി, സുജിത് തച്ചങ്ങാട്, MPM ഷാഫി, സുന്ദരൻ കുറിച്ചിക്കുന്ന, ചന്തുകുട്ടി പൊഴുതല, ചന്ദ്രൻ തച്ചങ്ങാട്, B ബാലകൃഷ്ണൻ നായർ, യശോദ നാരായണൻ, സീന കരുവാക്കോട്, ലതാ പനയാൽ, അഖിലേഷ് തച്ചങ്ങാട്, രാജു കുറിച്ചിക്കുന്ന, അഡ്വക്കേറ്റ് മണികണ്ഠൻ നമ്പ്യാർ, BT രമേശൻ, കണ്ണൻ കരുവാക്കോട്, ശ്രീജിത്ത് കാരിച്ചേരി, രഘു പനയാൽ, പുഷ്പ തച്ചങ്ങാട്, ബാലചന്ദ്രൻ തൂവൽ എന്നിവർ സംസാരിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും സ്വാഗത സംഘം ജനറൽ കൺവീനറുമായ രവീന്ദ്രൻ കരിച്ചേരി സ്വാഗതവും മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തച്ചങ്ങാട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity.
കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. നാലിന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. സ്വസ്തി കൂട്ടപ്പുന കുട്ടികളുടെയും വനിതകളുടെയും ഭരതനാട്യ അരങ്ങേറ്റം ശ്രദ്ധേയമായി. 17 കുട്ടികൾക്കൊപ്പം 12 വനിതകളും അരങ്ങേറ്റത്തിൽ ഉണ്ടായിരുന്നു. കരിച്ചേരി ഗവൺമെന്റ് UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വാർഡ് മെമ്പർ M ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കൊപ്പം ആദ്യ ചുവടുകൾ വെച്ച് 12 വനിതകളും. കരിച്ചേരി ഗവൺമെന്റ് UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വസ്തി കൂട്ടപ്പുന കുട്ടികളുടെയും വനിതകളുടെയും ഭരതനാട്യ അരങ്ങേറ്റം സ്വപ്ന സാക്ഷാത്കാരങ്ങളുടെ കൂടി വേദിയായി. കലാക്ഷേത്ര സവിതാ സതീഷിന്റെ ശിക്ഷണത്തിലാണ് ശാസ്ത്രീയ നൃത്തം പരിശീലിച്ചെടുത്തത്. സ്വസ്തി ക്ലബിൽ 12 വർഷത്തിന് മുൻപ് ആരംഭിച്ച നൃത്ത പരിശീലനത്തിൽ ഇതിനകം 100ഓളം കുട്ടികൾ അരങ്ങേറ്റം നടത്തി ശാസ്ത്രീയ നൃത്തം പൂർത്തിയാക്കി. ഇപ്രാവശ്യം മാതൃസമിതി അംഗങ്ങൾ കൂടി അരങ്ങേറ്റം നടത്തിയെന്നതും പ്രത്യേകതയാണ്. ചടങ്ങ് പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ N ഗോപാലൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. വിവിധ സുഗുണൻ, നിഷ കരുണൻ, ഷൈനി രാജേഷ്, സിന്ധു കണ്ണൻ, ശ്രീജന സന്ദീപ്, ശ്രുതി രതീഷ്, ജാസ്മി രാമകൃഷ്ണൻ, രമ്യ സുനിൽ, പ്രീത പ്രിയൻ, അപർണ റെനീഷ്, സജിത രാധാകൃഷ്ണൻ, ജിഷ്മ KV ഇവരെ കൂടാതെ അനാമിക, മാളവിക, അൻവിത, ശിവനന്ദ, ദിയ, അധീന, വിനീഷ, വൈഗ, റിയ, ദേവ്ന, മൈഥിലി, ദേവിക, മയൂഖ, പാർവതി, നവന്യ, ജസിത, അൻഷിക എന്നീ 17 കുട്ടികളും അരങ്ങിലെത്തി. ക്ലബ് സെക്രട്ടറി രമേശൻ, പ്രസിഡന്റ് സുനിൽ, കുഞ്ഞിക്കണ്ണൻ, സ്കൂൾ ഹെഡ് മാസ്റ്റർ സന്തോഷ് കുമാർ, PTA പ്രസിഡന്റ് സുഗുണൻ, മധുസൂദൻ മാസ്റ്റർ, രാജേഷ്, മീത്തൽ വീട് ബാലകൃഷ്ണൻ നായർ, കരുണാകരൻ, കലാക്ഷേത്ര സവിതാ സതീഷ് എന്നിവർ പരിപാടിയിൽ സന്നദ്ധരായി. കലാകാരികളുടെ കുടുംബാംഗങ്ങളടക്കം നിരവധി പേരാണ് അരങ്ങേറ്റം വീക്ഷിക്കുവാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതത്തിന്റെ അഭിമാനം കാത്ത ഭാരത സൈനികർക്ക് അഭിവാദ്യം അർപ്പിച്ച് വിമുക്ത ഭടന്മാരുടെ നേതൃത്വത്തിൽ മാർച്ചും ഭീകരവിരുദ്ധ പ്രതിജ്ഞയും നടത്തി. കേരള സ്റ്റേറ്റ് എക്സൈസ് സർവീസ് ലീഗ് തൃക്കരിപ്പൂർ, പിലിക്കോട് ശാഖകളുടെ നേതൃത്വത്തിലാണ് കാലിക്കടവ് ടൗണിൽ നിന്നും നടക്കാവ് യുദ്ധസ്മാരകത്തിലേക്ക് മാർച്ച് നടത്തിയത്. രക്ഷാപ്രവർത്തനങ്ങളിൽ സൈന്യം സജീവമായി ഇടപെടുന്നു. അവരൊരുക്കുന്ന സുരക്ഷയുടെ തണലിലാണ് നാം വരവ് കണ്ടിറങ്ങുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ഓപ്പറേഷൻ തിരിച്ചടിയുടെയും കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് പിലിക്കോട് ശാഖ ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച ഐക്യദാർഢ്യ മാർച്ചിൽ വിമുക്ത ഭടന്മാരും കുടുംബാംഗങ്ങളും മുദ്രാവാക്യം വിളികളോടെയാണ് പങ്കെടുത്തത്. തുടർന്ന് തൃക്കരിപ്പൂർ നടക്കാവിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. സൈനികരും കുടുംബാംഗങ്ങളും ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KV മോഹനൻ ഉദ്ഘാടനം ചെയ്തു. അതിനെതിരെ നമ്മുടെ രാജ്യം തക്കതായ മറുപടി അതിൻ്റെ അർത്ഥത്തിൽ തന്നെ നൽകുകയുണ്ടായി.
അതുകൊണ്ട് നമ്മുടെ 2-3 വർഷം കൊണ്ട് തന്നെ പാകിസ്ഥാനെ മുട്ടുവിലക്കുന്ന വിധം നമ്മുടെ ഇന്ത്യൻ സൈന്യം തിരിച്ചടി കൊണ്ട് അവർ മറ്റുള്ള രാജ്യങ്ങളോട് കിണപേക്ഷിച്ച് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്തോട് റിക്വസ്റ്റ് ചെയ്യുകയായിരുന്നു. പിലിക്കോട് ശാഖാ സെക്രട്ടറി KTV ഗിരീശൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തൃക്കരിപ്പൂർ ശാഖാ പ്രസിഡന്റ് P. ബാലകൃഷ്ണൻ, സെക്രട്ടറി TP മുകുന്ദൻ, ലതാ ബാബു, പിലിക്കോട് ശാഖാ പ്രസിഡന്റ് K. കൃഷ്ണൻ നായർ, പിലിക്കോട് ശാഖാ വനിതാ പ്രസിഡന്റ് P. ബേബിക്കുട്ടി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർക്കായുള്ള 5 ദിവസത്തെ ചെറുവത്തൂർ ഉപജില്ലാതല അധ്യാപക സംഗമത്തിന് തുടക്കമായി. ഉപജില്ലാതല ഉദ്ഘാടനം പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി നിർവഹിച്ചു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർക്കായുള്ള 5 ദിവസത്തെ ചെറുവത്തൂർ ഉപജില്ലാതല അധ്യാപക സംഗമത്തിന് തുടക്കമായി. ഈ അധ്യയന വർഷം മാറുന്ന 2, 4, 6, 8, 10 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളുടെ പരിചയപ്പെടുത്തൽ, ലഹരി വ്യാപനത്തിനെതിരായ പ്രവർത്തനങ്ങൾ, സൈബർ സുരക്ഷ എന്നിവയ്ക്ക് ഊന്നൽ നൽകിയാണ് പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗം ഗവൺമെന്റ് HSS പിലിക്കോട്, UP വിഭാഗം ഉദനൂർ സെൻട്രൽ AUP സ്കൂൾ, LP വിഭാഗം തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് നടക്കുന്നത്. 2 ഘട്ടങ്ങളായി നടക്കുന്ന പരിശീലനം 24-ന് പൂർത്തിയാകും. ഉപജില്ലാതല ഉദ്ഘാടനം പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി നിർവഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ VV സുബ്രഹ്മണ്യൻ, M സുനിൽകുമാർ, രത്നാവതി ടീച്ചർ, PV വിനോദ് കുമാർ, കീർത്തി കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സൈറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവനം RTO ഗ്രൗണ്ടിനടുത്ത് കൗൺസിലിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. അനുദിനം വർദ്ധിച്ചു വരുന്ന കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന വിധത്തിലുള്ള ഫാമിലി കൗൺസിലിംഗ് സിസ്റ്റി സെന്ററിന്റെ ഉദ്ഘാടനം നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ AV ഭരതൻ നിർവഹിച്ചു. ഈ കൗൺസിലിംഗ് സെന്റർ വളരെ ഉപകാരപ്രദമാകുന്ന കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ നമ്മുടെ റിയാക്ഷൻ്റെ ഈ ക്ലാസ്സും ഒരുപക്ഷെ നമുക്ക് വളരെ പ്രയോജനം ചെയ്യും. കൂടുതലായിട്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല. വേറെ അവസരത്തിനെ കുറിച്ച് സംസാരിക്കാൻ അവസരം കിട്ടിയാൽ സംസാരിക്കും. ഇത്തരം അവസരം എനിക്ക് തന്നതിന്. ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിവിധി മില്ലറ്റിലൂടെ എന്ന വിഷയത്തിൽ തിരുവനന്തപുരം ശാന്തിഗ്രാം ഡയറക്ടർ L. പങ്കജാക്ഷൻ ക്ലാസ് എടുത്ത് കൗൺസിലറും യോഗ അധ്യാപികയുമായ സൂര്യഗായത്രി മാവേലിക്കര കൗൺസിലിംഗിന്റെ പ്രാധാന്യം വിശദീകരിച്ചു. P. സരോജ, പ്രഭാകരൻ വാഴുന്നോറടി, രാമകൃഷ്ണൻ മോനാച്ച എന്നിവർ സംസാരിച്ചു. സൗജന്യമായി മില്ലറ്റ് വിത്തുകൾ വിതരണം നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KNM യുവജന വിഭാഗമായ ISM സംസ്ഥാന സമിതി നടത്തിവരുന്ന വെളിച്ചം അന്താരാഷ്ട്ര ഖുറാൻ പഠന പദ്ധതിയുടെ സംസ്ഥാന സംഗമം മെയ് 18-ന് നടക്കും. കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് സംഗമം നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KNM യുവജന വിഭാഗമായ ISM സംസ്ഥാന സമിതി നടത്തിവരുന്ന വെളിച്ചം അന്താരാഷ്ട്ര ഖുറാൻ പഠന പദ്ധതിയുടെ സംസ്ഥാനതല സംഗമം മെയ് 18-ന് ഞായറാഴ്ച കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടക്കും. ഖുറാനിന്റെ മാനവിക സന്ദേശം എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച വെളിച്ചം പഠന പദ്ധതിക്ക് കീഴിൽ 1 ലക്ഷത്തോളം പേർ പഠിച്ചുകൊണ്ടിരിക്കുന്നതായും 17ാമത് വെളിച്ചം ഖുറാൻ സമ്മേളനമാണ് കാഞ്ഞങ്ങാട്ട് നടക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. വെളിച്ചം അന്താരാഷ്ട്ര പഠന പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന പരീക്ഷയിൽ 10,000-ഓളം സ്ത്രീകളും പുരുഷന്മാരും പങ്കെടുക്കും. വിജയികളാകുന്നവർക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുകളും സമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വെളിച്ചം ഖുർആൻ പഠന പദ്ധതിയുടെ 17ാമത് സംസ്ഥാന സംഗമം ഈ വരുന്ന 18-ാം തീയതി കാഞ്ഞങ്ങാട് പാലേഡിയം കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുകയാണ്. ഈ ഒരു 17ാമത് സംസ്ഥാന സംഗമം ഇതിൻ്റെ ഭാഗമായി കൃത്യമായ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിലേറ്റവും ഉന്നതരായ വിജയികളെ തിരഞ്ഞെടുത്തുകൊണ്ട് സമ്മാനദാനം നിർവഹിക്കുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ആയിക്കൊണ്ടാണ് ഇതിൻ്റെ സംസ്ഥാന സംഗമങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നത്. അതിൻ്റെ 17ാമത് സംഗമമാണ് കാഞ്ഞങ്ങാട് വെച്ച് നടക്കുന്നത്. ബഹുമാന്യനായ കേരള നദുവത്തുൽ മുജാഹിദ്ദീൻ സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി ഈ ഒരു സംഗമം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ബഹുമാന്യനായ കർണാടക സ്പീക്കർ UT ഖാദർ അവർ ഇതിൽ ചീഫ് ഗസ്റ്റായി പങ്കെടുക്കും. റഹ്മത്തുള്ള സ്വലാഹി, സൈനുദ്ദീൻ AP, അക്ബർ AG, ഹാഷിം കൊല്ലമ്പാടി, ഇബ്രാഹിം കാലിക്കറ്റ്, ഹാരിസ് ചേരൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശ്രീ മടിയൻ കൂലോം ക്ഷേത്രപാലക ക്ഷേത്രം കലശോത്സവത്തിന്റെ ഭാഗമായി കൂലോം തീണ്ടൽ ചടങ്ങ് നടന്നു.
കൊടവലം ശ്രീ പന്നിക്കൂർ ചാമുണ്ടിയമ്മ ദേവസ്ഥാനം ശുദ്ധികലശവും പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. പന്നിക്കൂർ ചാമുണ്ടിയമ്മയും ഗുളികൻ ദൈവവും അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ആളുകളാണ് മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള അഗ്രികൾച്ചറൽസ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മെയ് 16-17 തീയതികളിൽ പടന്നക്കാട് കാർഷിക കോളേജിൽ വച്ച് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതി പുസ്തകോത്സവം മെയ് 16 മുതൽ. ദുർഗ ഹൈസ്കൂളിൽ 16 രാവിലെ 10:30 ഇ ചന്ദ്രശേഖരൻ MLA പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും. വേനൽ കടുത്തതോടെ ശുദ്ധജലത്തിനായി നെട്ടോട്ടം. കാസർഗോഡ് തളങ്കരയിലാണ് കുടിവെള്ളമില്ലാത്ത നിരവധി കുടുംബങ്ങൾ പ്രതിസന്ധിയിലായത്. സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വാസ്തുശില്പ ഭംഗിയോടെയുള്ള പൗരാണിക നിർമ്മിതികളും കാവും കുളങ്ങളും പച്ചപ്പും നിറഞ്ഞ വിശാലമായ ക്ഷേത്ര പരിസരവും മനോഹാരിത പകരുന്ന തൃക്കരിപ്പൂർ ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ കൊടും ചൂടിലും കണ്ണിന് കുളിർമ പകരുന്ന ചെന്താമരക്കുളം ഏറെ ആകർഷകരമാണ്. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ SMA ജില്ലാ തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന മാനേജ്മെന്റ് കോൺഫെഡറേഷന്റെ ഭാഗമായുള്ള ജില്ലാ സമ്മേളനം കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. പുതിയ കണ്ടം അടിയാർകാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഭാഗമായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. വ്യത്യസ്തമായ ചിത്രങ്ങൾ കാണികളിൽ കൗതുകം ഉണർത്തി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.